ഹായ് ഹലോ, ഇന്ന് ഞാൻ 4 മണിക്ക് എണ്ണീറ്റൊരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുവാണ്. ഇന്നലെ രാത്രിയിലൊക്കെ ഒരു 11:30-12 മണിക്ക് എങ്ങാണ്ടായിരുന്നു കിടന്നേ. ഈ എക്സാം ഒക്കെ ആയ ടെൻഷൻ കൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഈ 4 മണിക്ക് എണ്ണീക്കലൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ എണീറ്റ് ഉടനെ തന്നെ ഞാൻ പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്ത്. ഈ പോകുന്ന എക്സാമിന്റെ നോട്ടിഫിക്കേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ജ്വല്ലറിയോ വാച്ചോ അങ്ങനെ ഒന്നും കൊണ്ട് നമ്മൾ എക്സാം ഹാളിൽ കയറാൻ പാടില്ലെന്ന്. അപ്പോൾ ഞാൻ അതെല്ലാം ഊരി മാറ്റിയിട്ട് കഴിക്കാനിരുന്നു. പിന്നെ 4 മണി സമയമാണെങ്കിലും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. ആ സമയത്ത് എണീറ്റ് അമ്മ എനിക്ക് നല്ല ചൂട് ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് കഴിക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊന്ന് റെഡി ആവാമേ. ലിബാം ഇട്ടിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്മൽ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ഊരി വെക്കാന്ന് വെച്ച്. കമ്മലൊന്നും ഇടാതെ എവിടെയെങ്കിലും പോകാൻ എനിക്ക് എന്തോ പോലെ ഇരുതാ. നേരത്തെ ഞാൻ മേക്കാതിന്റെ കമ്മലായിരുന്നേ ഊരി വെച്ചേ. അല്ലാതെ കമ്മലൊക്കെ ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് കമ്മലിടാൻ കിഴുത്തി ഉണ്ടാക്കേണ്ടി വന്നു. പിന്നെ എനിക്കിത് ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എന്റെ കാതുകുത്തലൊക്കെ നടത്താറുണ്ട്. ലിപ് ലൈനർ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയുടെ അടുത്ത വരവ് ചായയും കൊണ്ട്. ഇതെല്ലാം ചെയ്തു തന്നിട്ട് വേണം അമ്മയ്ക്ക് ഇനി റെഡി ആയിട്ട് എൻ്റെ കൂടെ ഒന്ന് വരാനൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും ലാസ്റ്റ് അമ്മ ഒരുങ്ങി എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവസാനം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ലിപ് ലൈനറും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് ഈ നനഞ്ഞ മുടിയെല്ലാം കൂടി ഒന്ന് കെട്ടിയും കൂടി വെച്ചാൽ നമുക്ക് ഇറങ്ങാറായേ. ഇടയ്ക്കൊക്കെ നല്ല മഴയും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ ഇത് ഫസ്റ്റ് ടൈമാ പോകുന്നത്. അതാ എനിക്ക് നല്ല ടെൻഷൻ. 11 മണിക്കാണ് നമ്മുടെ എക്സാം. നമ്മൾ ഇവിടുന്ന് ഒരു 7 മണിക്ക് ഇറങ്ങുന്നുണ്ട്. ഇത്ര നേരത്തെ പോകുന്നത് അവിടോട്ട് നമുക്ക് നല്ല ദൂരം ഉണ്ടായതാണ്. 3 ബസ്സെങ്കിലും മിനിമം കയറി ഇറങ്ങിയാലേ അങ്ങ് എത്തത്തുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ഒരു 3 ബസ് കയറി ഇറങ്ങിയൊക്കെ നമ്മൾ അങ്ങ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പോയത് വെറുതെയാ. 11 മണിക്കൊന്ന് ഹോൾ ടിക്കറ്റ് കിടന്നെങ്കിലും ആ ടൈമിലൊന്നും അവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ അതി പറഞ്ഞ റൂൾസ് ഒക്കെ അത്രയ്ക്കൊന്നും ഇമ്പോർട്ടന്റ് അല്ലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് പേരൊക്കെ അതൊക്കെ ഫോളോ ചെയ്ത് കമ്മലൊന്നും ഇടാതെ അങ്ങോട്ട് ചെന്നിട്ടുള്ളായിരുന്നു. ഇതോ ആ കാണുന്നതാണ് എക്സാം സെന്റർ. എന്റെ പേടി മൊത്തം ഞാൻ പേടിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമെന്നായിരുന്നു. ഭാഗ്യത്തിന് മിസ്റ്റേക്ക് ആയിട്ടൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് അങ്ങോട്ട് പോയ വഴിയല്ല, വേറൊരു വഴിയായിരുന്നു. ആളുകളൊക്കെ പോന്ന കണ്ട് വന്നേ. ഞങ്ങൾ അവിടെ ക്രോസ് ചെയ്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ പോയി. അവിടെ അടുത്തൊന്നും അങ്ങനെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കടയിൽ കയറി ഒരു സമൂസയും സോഡാലൈമും ഒക്കെ കുടിച്ചിട്ട് അടുത്ത ബസ് കയറി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇത്രയുള്ളായിരുന്നു ആ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ്. ബാക്കി വീഡിയോ എടുക്കാനുള്ള എനർജി ഒന്നും എനിക്കില്ലായിരുന്നു.